ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ രാത്രിയിലായാലും ഏത് കടികളുടെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടലയുടെ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, വഴറ്റലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടല തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് രാവിലെ കറി ഉണ്ടാക്കാനായിട്ട്. ഒന്നുകൂടി കഴുകിയെടുത്തതിന് ശേഷം കടല കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്, നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് ഉണ്ടാവുക. പിന്നെ 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് വേവിക്കേണ്ടത്. 1 കപ്പ് കടല വേവിക്കുന്ന സമയത്ത് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിച്ചാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരു മുഴുവനായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഉടക്കുന്ന സമയത്ത് നമുക്കിതുപോലെ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർക്കാതെ നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കറി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി കളറൊക്കെ മാറിയിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കറി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. ഞാനിന്ന് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് നീർദോശയുടെ കൂടെ കഴിക്കാനാണ്. നമുക്ക് നീർദോശയുടെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.